ഹായ് ഫ്രണ്ട്സ്, സമത് ടെക് വീഡിയോസിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഈ ബോർഡിന് പരിചയപ്പെട്ട് നോക്കിയാൽ നമുക്ക് ഇത് പ്രൊജക്ട് ബോർഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ബോർഡാണിത്. കണ്ടോ, ഇത് എന്താ വെച്ചാൽ ഇലക്ട്രോണിക് പഠിക്കുന്നവർക്കും അതേമാതിരി പഠിക്കാൻ താല്പര്യമുള്ളവർക്കും ഏതൊരാൾക്കും ഇത് ഉപകരിക്കുന്ന ഒരു ബോർഡാണിത്. കണ്ടോ, ഇതിന് മാർക്കറ്റിൽ 70 രൂപ റേറ്റ് വരുന്നത്. കണ്ടോ, അപ്പൊ ഈ ബോർഡിനെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലും സാധനം ഐറ്റംസ് ഉണ്ടാക്കി നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബോർഡ് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതായത് സോൾഡറും ചെയ്യാതെ നമുക്ക് പിന്നെ പാർട്സ് ഇങ്ങനെ കുത്തി വെച്ച് നമുക്ക് ഇത് ഉണ്ടാക്കി നോക്കാം നമുക്ക് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക, എന്നാലും ഇത് പൂർണ്ണമായി മനസ്സിലാവും കേട്ടോ. അപ്പൊ നമുക്ക് ബോർഡിന് പരിചയപ്പെട്ട് നോക്കിയാൽ നമുക്ക്. അപ്പൊ ഈ ബോർഡിൽ ഫസ്റ്റ് കാണുന്നത് 1 2 3 4 5 ഈ 5 ഹോൾ ഇതാ. ഈ 5 ഹോൾ ഒരു ലൈനാണ് കേട്ടോ. അതായത് ഇവിടെ 9 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ 9 വോൾട്ട് ഈ ലൈന് വരെ എത്തുള്ളൂ. കണ്ടോ, അതേമാതിരി അടിയത്തെ വോൾട്ടിൽ 9 വോൾട്ട് കൊടുത്താൽ ഇത് ഈ ഒരു ലൈനിക്ക് എത്തുള്ളൂ. ഇത് രണ്ടും ഷോർട്ട് ആവില്ല കേട്ടോ. അതേമാതിരി തന്നെ ഇതിങ്ങനെ ഈ ലൈൻ ഇതുവരെ ഉണ്ടാവുള്ളൂ. കണ്ടോ, അതേമാതിരി തന്നെ ഇതിൻ്റെത് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അടിക്കാണ് വരിക. ഇവിടെ ഒരു 9 വോൾട്ട് കൊടുത്താൽ നേരെ അടിക്ക് 9 വോൾട്ട് ഇവിടെ വരെ കിട്ടും. ഇവിടുന്ന് ഇങ്ങോട്ട് കിട്ടൂല. ഇനി ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ ഇവിടുന്ന് വയർ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കിട്ടും കേട്ടോ. അതേമാതിരി ഇത് വരുന്നത്. അപ്പൊ ഇതും ഇതേമാതിരി തന്നെ ഇത് നേരെ അടിക്കാണ് വരുന്നത്. ഇത് നമ്മൾ മുകളിൽ പറഞ്ഞ മാതിരി തന്നെ നേരെ ഇങ്ങോട്ടാണ് വരുന്നത്. കണ്ടോ, അപ്പൊ ഇവിടെ 9 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാല് പിന്നെ ഇത് ഇവിടെ വരെ എത്തുള്ളൂ. ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു വയർ ഇവിടെ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാല് അപ്പൊ ഇതുവരെ ഉണ്ടാവും കേട്ടോ. അപ്പൊ അങ്ങനെയാണിത്. അപ്പൊ ഞാൻ ഇവിടെ ചെറിയ പരീക്ഷണം നടത്തി കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞാനിവിടെ 9 വോൾട്ട് ബാറ്ററി, ഒരു LED, ഒരു പിന്നെ 1K രജിസ്റ്റർ, ഒരു ബാറ്ററിന്റെ കണക്ടർ, ഇതൊക്കെ അവിടെ സെറ്റ് ചെയ്താൽ വർക്ക് ചെയ്താണ് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ നമുക്ക് LED നമുക്ക് പരിചയപ്പെടാം കേട്ടോ. LED നീളം കൂടിയ കാലാണ് പോസിറ്റീവ് വരിക, നീളം കുറഞ്ഞ നെഗറ്റീവ് ആയിട്ട് വരിക. അപ്പൊ നമുക്ക് LED ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേമാതിരി തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇനി റൈസർ കൊടുത്തിട്ട് വേണം നമുക്ക് LED വർക്ക് ചെയ്യിക്കാൻ. എന്താ വെച്ചാൽ LED നേരിട്ട് ബാറ്ററി നേരിട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ LED ഫ്യൂസ് ആയി പോയി. അത് 9 വോൾട്ടാണ്, ഇത് 3 വോൾട്ടാണ്. അപ്പൊ നമുക്ക് എന്താ ഈ റൈസർ ഇതാ ഇതിന്റെ പോസിറ്റീവ് ആണ് കാണുന്നത്. അപ്പൊ ഇതിൽ ഏത് വോൾട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ കൊടുക്കുന്നത് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഈ അറ്റം എന്താ എനിക്ക് ഇഷ്ടമുള്ള ഏത് ഭാഗത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനിത് ഈ ഭാഗത്തോട് കൊടുക്കുന്നുണ്ട്, കണ്ടില്ലേ. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ബാറ്ററി കണക്ടർ നമ്മുടെ കുത്തി കൊടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഏത് ഭാഗത്തും കുത്തി കൊടുക്കാം. ഞാൻ ഇവിടെ കൊടുക്കണത് കേട്ടോ. താഴത്ത് പ്ലസ് കൊടുത്തു, അതിന് മുകളില് മൈനസും കൊടുത്തു കേട്ടോ. കണ്ടില്ലേ, കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ബാറ്ററി ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ബാറ്ററി ഫിറ്റ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഇനി നമുക്ക് ഇതേമാതിരി കുറച്ച് വയർ വേണം നമുക്ക്. ഈ വയറിന് ഒന്നിന് 3 രൂപ റേറ്റ് വരുന്നത്. ഇതിന് മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട് കേട്ടോ. അപ്പൊ ഇതുകൂടി വേണം, എന്നാലും നമുക്ക് ഇത് പരീക്ഷണം കറക്റ്റായി ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പൊ ഈ ഒരു വയറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്. കണ്ടോ, നമുക്ക് ഏതാണ് നമുക്ക് വേണ്ടിച്ച് നമുക്കിവിടെ ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ റെഡ് വയർ ഇതാ, ഇത് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് പോസിറ്റീവ് ലൈനില് ഇതിൽ ഏത് ഭാഗത്ത് കൊടുത്താലും മതി. അപ്പൊ ഞാനിപ്പോ ലാസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമ്മളെ റൈസർ കൊടുത്തതിന്റെ ഈ പിന്നുണ്ടല്ലോ, ഈ കാല് ഇതിൽ നേരെ മേലക്കാണിത് ഒരു ലൈനായിട്ട് വരും കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഏത് ഭാഗത്ത് കൊടുത്താലും മതി. കൊടുത്തു. അപ്പൊ കഴിഞ്ഞ ഇവിടെ ഒരു വയർ എടുത്തു, നെഗറ്റീവ് ആണത്, ബ്ലാക്ക് ആണത്. അപ്പൊ ഇനി ഈ ലൈനിൽ ഇതാ ഇവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മോട് കുത്തി കൊടുക്കുക. കണ്ടല്ലേ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ അറ്റം LED നെഗറ്റീവ് ഇതാ ഈ ഭാഗത്ത് നമുക്കിവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. കണ്ടത് വർക്ക് ചെയ്യണത് കണ്ടോ. ഓക്കെ, അപ്പൊ LED വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി അതേമാതിരി ഒന്നുകൂടി കൊടുത്താൽ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഭാഗത്ത് നമുക്ക് ഇത് കൊടുത്ത് വർക്ക് ചെയ്യിക്കാം കേട്ടോ. അതാണ് ഇതിന് ഈ ബോർഡിന്റെ പ്രത്യേകത വരുന്നത്. അപ്പൊ ഇവിടെ അതേമാതിരി ഒന്ന് കൊടുക്കുന്നുണ്ട്. കണ്ടോ, കൊടുത്തു. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ. അപ്പൊ ഇതാണ് ഇതിന് പ്ലസ് വരുന്നത് കേട്ടോ. ഇത് ഇതിന്റെ മൈനസ് ആണ്, കണ്ടില്ലേ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെഗറ്റീവ് നമുക്ക് എന്ത് ചെയ്യാം, ഈ LED ഇവിടെ കൊടുത്ത ഭാഗത്ത് തന്നെ കൊടുക്കുക. കണ്ടില്ലേ. അപ്പൊ ഇനി പോസിറ്റീവ് ഇതാ, ഇത് നമുക്ക് LED ഈ ഭാഗത്ത് നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പൊ നമ്മളിത്
വർക്ക് ചെയ്തു, കണ്ടല്ലേ. അപ്പൊ ഇതിമേ നമുക്ക് LED മാത്രമല്ല, നമുക്ക് ഏത് പാർട്സും നമുക്ക് ഇതേമാതിരി വർക്ക് ചെയ്യിക്കാം. നമുക്ക് ഇനി ട്രാൻസിസ്റ്റർ ആയാലും റെസിസ്റ്ററും ഡയോഡായാലും ഏതായാലും നമുക്ക് ഇതേമാതിരി ഇങ്ങനെ കുത്തി വെച്ച് നമുക്ക് വർക്ക് ചെയ്യിക്കാം, കണ്ടല്ലേ. ഇതേമാതിരി നമുക്ക് ഫിറ്റ് ചെയ്താൽ നമുക്ക് വർക്ക് ചെയ്യിക്കാം, കണ്ടോ. ഇതിപ്പോ BC 550 ട്രാൻസിസ്റ്റർ ആണ് കാണുന്നത്. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ കുത്തിയാണ് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യിക്കാം, കണ്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് അടിക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൻ ഓൺ ആക്കി കഴിഞ്ഞാൽ ഞാൻ ഇതേമാതിരിക്കുള്ള പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിരന്തരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തോടെ കാണുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.